രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്താനോ അതിൽ ക്രമക്കേട് കാട്ടാനോ ആരെയും അനുവദിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ ആരോപണം പാർട്ടി ജില്ലാ കമ്മിറ്റി പരിശോധിക്കും. ആവശ്യമായ നടപടി എടുക്കും. അവർ തീരുമാനിച്ച ശേഷം ഇടപെടേണ്ടതുണ്ടെങ്കിൽ മാത്രം സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്നും MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടി സംഘടനാപരമായി പരിശോധിക്കുകയാണ്. ഞങ്ങളെ സംഘടനാ രീതി പഠിപ്പിക്കാൻ മാധ്യമങ്ങൾ പുറപ്പെടേണ്ടതില്ല. ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, അതനുസരിച്ചാണ് പരിശോധിക്കുന്നത്. പരാതി ഉള്ളവർക്ക് പോലീസിൽ പരാതി നൽകാം. അതിന് ഞങ്ങൾക്ക് എന്താണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് നയാ പൈസ വഞ്ചിക്കാനോ പറ്റിക്കാനോ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഉയർന്നു വന്ന വിഷയം ബന്ധപ്പെട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി പരിശോധിക്കും. ഒരു ക്രമക്കേടിനും പാർട്ടി കൂട്ടുനിൽക്കില്ല. സംഘടനാപരമായി എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം ചെയ്യുകയെന്ന് സംഘടനാപരമല്ലാത്ത തരത്തിൽ പുറത്തു പറയാൻ സംഘടനയ്ക്ക് സാധിക്കില്ല. ഒരു നയാ പൈസ പോലും രക്തസാക്ഷി ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ആവശ്യമായ നിലപാട് പാർട്ടി മുമ്പും സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും തുടരുക തന്നെ ചെയ്യും. അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ആരും ധരിക്കേണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇത് ക്രൈമാണെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പാർട്ടിക്കെതിരായ നിലപാട് എന്തുകൊണ്ട് സ്വീകരിച്ചുവെന്ന് കുഞ്ഞികൃഷ്ണനോട് ചോദിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ UDF വ്യാപകമായ നുണപ്രചരണമാണ് നടത്തിയത്. ആരെയും സംരക്ഷിക്കില്ലെന്ന് CPM തുടക്കം മുതലേ പറഞ്ഞതാണ്. അന്നും ഇന്നും LDFന് ഒരേ നിലപാടാണ്. നേരത്തെ ഉണ്ടാക്കിയ കള്ളക്കഥകളെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു. അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി. സ്വർണം വാങ്ങിയാളും വിറ്റിയാളും സോണിയാഗാന്ധിയെ എന്തിനു കണ്ടു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം പുറത്തു വന്നതോടെ പല മാധ്യമങ്ങൾക്കും പഴയ ഉശിരില്ലെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. ഭരണവിരുദ്ധ വികാരമില്ല എന്ന അഭിപ്രായം അടിവരയിടുന്ന അനുഭവമാണ് പാർട്ടിയുടെ ഗൃഹസന്ദർശനത്തിലൂടെ ബോധ്യമായത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തുന്നത് തടയിടാനാണ് മാധ്യമങ്ങൾ, ബൂർഷ്വ രാഷ്ട്രീയ പാർട്ടികൾ പലവിധ പുകമറകൾ സൃഷ്ടിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. SIR പിണറായി വിജയൻ സർക്കാരിന്റെ പരിപാടിയാണ്. ന്യൂനപക്ഷങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു എന്നുള്ള പച്ചക്കള്ളം വ്യാപകമായി പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന LDF സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞുവെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി.